ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ടാസ്കിൽ നടന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു ചെറു വിവരണമാണ് ഇവിടെ നൽകാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ആയിരുന്നു ക്ലാസിക്കൽ ഗെയിം. വർഷങ്ങളായിട്ടുള്ള ബിഗ് ബോസിൽ നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു ഗെയിമാണിത്. അതായത് പിരമിഡ് ആകൃതിയിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസുകൾ വെച്ച് ഒരു രൂപം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാകൃതി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഡെന്ന്, അതുപോലെ തന്നെ ടണൽ, അതുപോലെ തന്നെ നെസ്റ്റ് തുടങ്ങിയ ഈ ഗ്രൂപ്പുകൾ നമ്മുടെ പവർ ടീമുമായിട്ട് മത്സരിക്കുന്നു. അതായത് എല്ലാവരും മത്സരിക്കുന്നു, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ ടീമിൻ്റെ അംഗങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ ആയിട്ട് നിൽക്കുക. അതായത് അവർക്ക് പിന്നിലായിട്ട് വെച്ചിരിക്കുന്ന ടേബിളിൽ അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പിരമിഡ് ആകൃതിയിൽ ഗ്ലാസ് വെച്ച് മുകളിലേക്ക് ചെറിയ രീതിയിൽ കുറഞ്ഞു വന്ന് അതൊരു പിരമിഡിൻ്റെ രൂപത്തിലാക്കി തീർക്കുക എന്നുള്ള ഗെയിമാണ്. അപ്പോൾ എതിർ ഗ്രൂപ്പുകാർ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് അത് എറിയുന്നു. ആ എറിഞ്ഞുന്നത് ഫ്രണ്ടിൽ നിന്ന് കൊണ്ട് തടയുക എന്നുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിലുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഗെയിം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റോക്കി പോയി പവർ ടീം ഉണ്ടാക്കി വെച്ചിരുന്ന പിരമിഡ് വളരെ ശക്തമായിട്ട് എറിഞ്ഞ് താഴെയിട്ടു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഗെയിം ഒരിക്കൽ കൂടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് നിർദ്ദേശിക്കുന്നു. വീണ്ടും രണ്ട് ഗ്രൂപ്പുകളിലായി, അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ബോൾ വെച്ചെറിയുന്നു. അതിനെ തടയാൻ വേണ്ടിയിട്ട് എതിർ ഗ്രൂപ്പുകാർ നിൽക്കുന്നു. അങ്ങനെ വാശിയേറിയ ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പവർ ടീമിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ജാസ്മിനും അത് ഗബ്രിയുമായിരുന്നു തടയുന്നത്. അപ്പോൾ ഈ തടയുന്നതിനിടയിൽ ഗബ്രിയും ജാസ്മിനും ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കുമായിരുന്നു. നീ എറിയട, നീ ആണാണെങ്കിൽ എറിയട, നിൻ്റെ ഏറ് കാണട്ടെട എന്ന രീതിയിൽ ഒരാണത്തത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഗബ്രിയുടെ സമീപനം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ റോക്കി എറിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ മത്സരം അവസാനിക്കുന്ന രംഗം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം രംഗം രൂക്ഷമായി വന്നു. അങ്ങനെ മത്സരം അവസാനിച്ചതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന വിജയികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് വിജയായി വന്നത് നമ്മുടെ ജിൻഡോയും ഗ്രൂപ്പുമായിരുന്നു. അങ്ങനെ അവർ വളരെ ആഹ്ലാദ പ്രകടനം മറ്റും നടത്തുന്നതിനിടയിൽ ഈ റോക്കിയും അതുപോലെ ഗബ്രിയും തമ്മിൽ വലിയൊരു വാഗ്വാദം ഉണ്ടാകുന്നു. ഒപ്പം ജാസ്മിനും ആണത്തത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത ഒരു രീതിയിലുള്ള സമീപനമായിരുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുണ്ടായിരുന്നത്. അവർ പറയുന്നു സ്ത്രീകളുടെയും അതുപോലെ തന്നെ അവൻ്റെയും അസ്ഥാനത്താണ് ഓരോ ബോളും വന്നത്. 5-6 ബോളുകൾ ഒരേ സ്ഥാനത്ത് വന്നു. അത് പർപ്പസ്ലി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് എറിയുകയായിരുന്നു. ശ്രീലേഖയ്ക്ക് ഏറേറ്റു, അത് യമുന റാണിക്ക് ഏറുകൊണ്ടു. അതുകൊണ്ട് ഇത് വളരെ രൂക്ഷമായിട്ടൊരു ഗെയിമായിരുന്നു. നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് എന്ന രീതിയിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ രണ്ടുപേരും വാശിയേറിയ ഒരു ടോക്ക് തന്നെ ഉണ്ടായി. ഇടയ്ക്ക് ഒരു കയ്യാങ്കളിയിലേക്ക് പോലും റോക്കിയും ഗബ്രിയും പോകുമോ എന്നും സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്സര ആരും ഒന്നും പിടിച്ചു മാറ്റാനൊന്നും ഇല്ലേ എന്ന് ദയനീയമായി ചോദിക്കുന്നു. രണ്ടുപേരും പരസ്പരം വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു തരത്തിലും ഒരു പക്വതയില്ലാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ്. ഗബ്രി ആണെങ്കിലും റോക്കി ആണെങ്കിലും നമുക്കറിയാം, റോക്കി ഒരു പ്രത്യേക രീതിയിൽ ഉള്ള ഒരു സമീപനമാണ്. അവന് വാശിക്കും വൈരാഗ്യത്തിനും ഒന്നും യാതൊരു കുറവുമില്ല. അതുപോലെ തന്നെ വളരെ ഇറിറ്റേറ്റിംഗ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഗ്രൂപ്പ്. ജാസ്മിൻ്റെയൊക്കെ രീതി വളരെ ഒരു വില കുറഞ്ഞ രീതിയിലുള്ള ഒരു ടോക്കിലേക്കൊക്കെ ആണ് പലപ്പോഴും പോകുന്നതായി കാണുന്നു. വളരെ ഇറിറ്റേറ്റിംഗ് ആയി മാറുന്ന മറ്റൊരു ഗ്രൂപ്പായി മാറുകയാണോ ബിഗ് ബോസ് ഹൗസിൽ ഈ ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും തമ്മിലുള്ള ഗ്രൂപ്പ് എന്ന് പോലും നമുക്ക് സംശയമുളവാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഓരോ ദിവസങ്ങൾ പോകുന്തോറും ശത്രുത അല്ലെങ്കിൽ വാശിയും വൈരാഗ്യവും ബിഗ് ബോസ് ഹൗസിൽ
അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഒന്നും ഇതുവരെ പറയാതിരുന്ന ഈവൻ അർജുൻ പോലും പാൽക്കുപ്പിയുമായി നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു കമൻ്റാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ ഈ ഗെയിമിനിടയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സിജോ ആണെങ്കിലും അർജുൻ ആണെങ്കിലും ഇവരെല്ലാവരും ചേർന്ന് ഈ ഗബ്രിയുടെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും സമീപനത്തെ വിമർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ എല്ലാവരെയും ഒരേ തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസ് ഹൗസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വേറൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ ഓരോ ദിവസവും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്